ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഗ്രൂപ്പ് 15 ഡിസ്കഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൽ നൈട്രജൻ ഫാമിലി ഒരുപാട് കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്നുള്ള ഒരു ഏരിയയാണ്. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, അതായത് നൈട്രജൻ്റെ ചില ഓക്സൈഡുകൾ. ആ ഓക്സൈഡുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഓക്സൈഡുകളുടെ ചില പ്രിപ്പറേഷൻസ് ഉണ്ട്, അതേപോലെ അവയുടെ ചില ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നൈട്രജൻ്റെ ഓക്സൈഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഓക്സിജനുമായി കൂടിച്ചേർന്നാൽ കിട്ടുന്ന കോമ്പൗണ്ടുകളാണ് അതിൻ്റെ ഓക്സൈഡുകൾ. നൈട്രജൻ്റെ പ്രധാനപ്പെട്ട ഓക്സൈഡുകൾ ഒന്ന് N2O. N2Oയുടെ പേരെന്താണ്? നൈട്രജൻ ഓക്സൈഡ് അല്ലെങ്കിൽ ഡൈ നൈട്രജൻ ഓക്സൈഡ്, രണ്ടും വിളിക്കാം. അപ്പോൾ ഡൈ നൈട്രജൻ ഓക്സൈഡ് N2O ഏതാണ്? ഡൈ നൈട്രജൻ ഓക്സൈഡ്. N2Oയിൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് വരിക? N2Oയിൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര ഉണ്ടായിരിക്കും? നോക്കുക, ഓക്സിഡേഷൻ നമ്പർ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. N2O ഇവിടെ 2 നൈട്രജൻ ആണുള്ളത്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഒരു നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കാണണം. ഇവിടെ 2 നൈട്രജൻ ഉണ്ട്. സോ വി ആർ ഗിവിങ് 2x. നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -2 ഈക്വൽ ടു 0. സോ 2x - 2 ഈക്വൽ ടു 0. സോ 2x ഈക്വൽ ടു -2 ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ +2 ആയിട്ട് മാറും. സോ x ഈക്വൽ ടു 2/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എത്രയാണ്? +1. അപ്പോൾ N2Oയിൽ, അതായത് ഡൈ നൈട്രജൻ ഓക്സൈഡിൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +1. ഓക്സിഡേഷൻ നമ്പർ +1. ഇനി നൈട്രജൻ്റെ പ്രത്യേകത, N2Oയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് എ കളർലെസ് ഗ്യാസ് ആൻഡ് ന്യൂട്രൽ. കളർലെസ് ആണ്, ന്യൂട്രൽ ആണ്. അതായത് അസിഡിക്കും അല്ല ബേസിക്കും അല്ല. അപ്പോൾ കളർലെസ് ആൻഡ് ന്യൂട്രൽ. കളർലെസ് ആൻഡ് ന്യൂട്രൽ. അപ്പോൾ N2O ഈസ് കളർലെസ്, ന്യൂട്രൽ. കളർലെസ്സും ആണ്, ന്യൂട്രലും ആണ്. ദെൻ N2Oയുടെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് നോക്കാം. N2O എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? N2Oയുടെ പ്രിപ്പറേഷൻ മെത്തേഡ് അമോണിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യലാണ്. അമോണിയം നൈട്രേറ്റ്, അതായത് NH4NO3. അമോണിയം നൈട്രേറ്റ് NH4NO3 ഇതിന് നമ്മൾ ഹീറ്റ് ചെയ്യാം. അമോണിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. 4 ഹൈഡ്രജനിൽ നിന്നും എത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ടാക്കാം? 4 ഹൈഡ്രജനിൽ നിന്നും 2 H2O ഉണ്ടാക്കാം. 2H2O പ്ലസ്. ഇനി ഇവിടെ ആരാ ബാക്കിയുള്ളത്? നമുക്ക് 4 ഹൈഡ്രജൻ അവിടെ ഉപയോഗിച്ചു. 3 ഓക്സിജനിൽ 2 ഓക്സിജനും വാട്ടർ മോളിക്യൂളിന് വേണ്ടി ഉപയോഗിച്ചു. ബാക്കി ഇവിടെ ബാക്കിയുള്ളത് 2 നൈട്രജനും 1 ഓക്സിജനും മാത്രം, അതായത് N2O. അപ്പോൾ N2O നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം നൈട്രേറ്റ്. ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം നൈട്രേറ്റിലൂടെ നമുക്ക് N2O ഡൈ നൈട്രജൻ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് രണ്ടാമത്തെ ഓക്സൈഡിലേക്ക് പോവാം. രണ്ടാമത്തെ ഓക്സൈഡാണ് NO. NO എന്ന് പറഞ്ഞാൽ നൈട്രജൻ മോണോക്സൈഡ്. ഇവിടെ 2 നൈട്രജനും 1 ഓക്സൈഡുമാണ്.
ഇവിടെ ഒരു നൈട്രജനും ഒരു ഓക്സൈഡും. അപ്പം നൈട്രജൻ മോണോക്സൈഡ്. ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും നൈട്രജൻ്റെ? നമുക്കറിയാം ഓക്സിജന് -2 ആണ് കൊടുക്കുക, ടോട്ടൽ 0 കിട്ടണം. അപ്പം നൈട്രജൻ ഓക്സിഡേഷൻ നമ്പർ എത്രയായിട്ട് വരും? +2 ആയിട്ട് വരും. അപ്പോൾ ഹിയർ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഈസ് +2. ഇതിൻ്റെ പ്രത്യേകത ഇതേ രൂപത്തിൽ തന്നെയാണ്. കളർലെസ് ആണ്, ന്യൂട്രൽ ആണ്. അപ്പോൾ NO നൈട്രജൻ മോണോക്സൈഡ് നമ്മളതിന് നൈട്രിക് ഓക്സൈഡ് എന്ന് വിളിക്കലുണ്ട്. ഇതും എന്തുതന്നെയാണ്? കളർലെസ് ആൻഡ് ന്യൂട്രൽ. കളർലെസ്, ന്യൂട്രൽ. ദെൻ എങ്ങനെയാണ് NOയുടെ പ്രിപ്പറേഷൻ മെത്തേഡ്? നൈട്രജൻ മോണോക്സൈഡ് NO നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമുക്കൊരു മെത്തേഡ് നോക്കാം. 2NaNO2. NaNO2 എന്ന് പറഞ്ഞാൽ ഏതാണ്? സോഡിയം നൈട്രൈറ്റ് പ്ലസ് 2FeSO4. FeSO4 ഫെറസ് സൾഫേറ്റ് പ്ലസ് 3H2SO4 സൾഫ്യൂരിക് ആസിഡ്. ഇതൊക്കെ കൂടെ ട്രീറ്റ് ചെയ്യാം. സോഡിയം നൈട്രേറ്റ്, ഫെറസ് സൾഫേറ്റ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടുകൾ ഒന്ന് ഫെറിക് സൾഫേറ്റ് കിട്ടും, Fe2SO4 ത്രൈസ് ഫെറിക് സൾഫേറ്റ് പ്ലസ് 2NaHSO4 സോഡിയം ബൈസൾഫേറ്റ് പ്ലസ് 2H2O പ്ലസ് 2NO പ്ലസ് 2NO. അതാണ് നമ്മളെ കോമ്പൗണ്ട്. പ്ലസ് 2NO. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നൈട്രജൻ മോണോക്സൈഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നൈട്രജൻ മോണോക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ സോഡിയം നൈട്രേറ്റ് പ്ലസ് ഫെറസ് സൾഫേറ്റ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ വി ഗെറ്റ് ഫെറിക് സൾഫേറ്റ് പ്ലസ് സോഡിയം ബൈസൾഫേറ്റ് പ്ലസ് വാട്ടർ പ്ലസ് നൈട്രജൻ മോണോക്സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈനൈട്രജൻ ഓക്സൈഡ് പഠിച്ചു, അതേപോലെ നൈട്രജൻ മോണോക്സൈഡ് പഠിച്ചു. ഇത് രണ്ടിൻ്റെയും പ്രത്യേകത, ഇത് രണ്ടും ന്യൂട്രൽ കോമ്പൗണ്ടുകളാണ്. N2Oയും NOയും. ഓക്സൈഡ്സ് ഓഫ് നൈട്രജനിലെ മൂന്നാമത്തെ കോമ്പൗണ്ടാണ് N2O3. N2O3യുടെ പേരെന്താ? ഡൈനൈട്രജൻ ട്രൈ ഓക്സൈഡ്. ഡൈനൈട്രജൻ ട്രയോക്സൈഡ്. ഇവിടെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? നമ്മൾ റിഡോക്സ് റിയാക്ഷനിൽ പഠിച്ച അതേ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കിട്ടുക +3 ആയിരിക്കും. നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര കിട്ടുക? +3. നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3. കാരണം ഓക്സിജൻ -2 × 3 -6. അപ്പോൾ അപ്പുറത്ത് +6 കിട്ടണം. അപ്പോൾ ഈ 2വിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം. നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 കിട്ടും. ഈ N2O3യുടെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ബ്ലൂ സോളിഡ്, അതേപോലെ തന്നെ അസിഡിക് ആണ്. ബ്ലൂ സോളിഡ് ആണ്, അസിഡിക് ആണ്. ഒരു സോളിഡ് ആണ്, അത് അസിഡിക് സ്വഭാവമാണ് കാണിക്കുക. N2O3 എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. 2NO മീൻസ് നമ്മൾ പഠിച്ചു നൈട്രിക് ഓക്സൈഡ് പ്ലസ് N2O4 നൈട്രജൻ ഡയോക്സൈഡ് NO2 ആണ്, N2O4 ആയിട്ട് മാറാം, നമ്മൾ പഠിക്കും. 2NO പ്ലസ് N2O4 ഗീവ്സ്. ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ചൂടാക്കാം. ആൾമോസ്റ്റ് 250 കെൽവിൻ
250 കെൽവിൻ ടെമ്പറേച്ചറിൽ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ വി ഗെറ്റ് 2N2O3. 2N2O3 നമുക്ക് എന്ത് ചെയ്യും? പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ദെൻ നമുക്ക് നാലാമത്തെ ഓക്സൈഡ് ഏതാ നോക്കാം. നാലാമത്തതാണ് NO2. NO2 അതായത് നൈട്രജൻ ഡയോക്സൈഡ്. NO2 നൈട്രജൻ ഡയോക്സൈഡ്. നോക്ക്, NO2-ൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? ഓക്സിജന് -2 ആണല്ലോ. -2 × 2 -4. കൗണ്ടർ ചെയ്യാൻ ഒരൊറ്റ നൈട്രജനേ ഉള്ളൂ. സോ ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ഈസ് +4. NO2-ൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു ബ്രൗൺ ഗ്യാസ് ആണ്. NO2 ഈസ് എ ബ്രൗൺ ഗ്യാസ്. അസിഡിക് സ്വഭാവമാണ് കാണിക്കുക. അപ്പോൾ ബ്രൗൺ ഗ്യാസ് ആൻഡ് അസിഡിക്. NO2 നൈട്രജൻ ഡയോക്സൈഡ്. ഹിയർ ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ ഈസ് +4. ഇറ്റ് ഈസ് എ ബ്രൗൺ ഗ്യാസ് വിത്ത് അസിഡിക് പ്രോപ്പർട്ടി. എങ്ങനെയാണ് നമ്മൾ NO2 ഉണ്ടാക്കുക? നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാക്കാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ് ലെഡ് നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യലാണ്. അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുക? ലെഡ് നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യുക. നമുക്കൊന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. 2PbNO3 twice. ലെഡ് നൈട്രേറ്റ് ഹീറ്റ് ചെയ്യുന്നു അറ്റ് 673 കെൽവിൻ. ഹൈ ടെമ്പറേച്ചറാണ്. 673 കെൽവിനിൽ ഹീറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് 4NO2 പ്ലസ് 2PbO. 4NO2 പ്ലസ് 2PbO. 4 നൈട്രജൻ ഡയോക്സൈഡ് കിട്ടുന്നു, 2 ലെഡ് ഓക്സൈഡ് കിട്ടുന്നു. അപ്പോൾ NO2-ന് നമ്മൾ NO2-ൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ഇതാണ്. ഡീകമ്പോസിഷൻ ഓർ ഹീറ്റിംഗ് ഓഫ് ലെഡ് നൈട്രേറ്റ് PbNO3 twice. Our next compound is N2O4. N2O4 നൈട്രജൻ്റെ ഓക്സൈഡ് ആണ്. N2O4 പേരെന്തായിരിക്കും? 2 നൈട്രജനും 4 ഓക്സിജനും. അതിൻ്റെ പേര് ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്. 4 ഓക്സൈഡ്, അതാണ് ടെട്രോക്സൈഡ്. ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്. ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്. ഇവിടെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എത്രയാണ് കിട്ടുക? നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കിട്ടുക +4. +4 ആണ് നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ കളർലെസ് സോളിഡ് ഓർ ലിക്വിഡ്. കളർലെസ് സോളിഡ് ഓർ ലിക്വിഡ്, രണ്ട് രൂപത്തിലും കാണാവുന്നില്ല. കളർലെസ് സോളിഡ് ഓർ ലിക്വിഡ്. ഇറ്റ് ഈസ് ഷോസ് അസിഡിക് ക്യാരക്ടർ. അപ്പം ഇതെന്താണ്? കളർലെസ് സോളിഡ് ഓർ ലിക്വിഡ്. ക്യാരക്ടർ എന്താണ്? അസിഡിക് ക്യാരക്ടറാണ് കാണിക്കുക. അസിഡിക് ക്യാരക്ടർ. എങ്ങനെയാണ് നമ്മൾ N2O4 പ്രിപ്പയർ ചെയ്യുക? N2O4 പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, NO2-ന് ഡൈമറൈസേഷൻ നടക്കും. NO2 രണ്ടെണ്ണം കൂടി ചേർന്ന് നിൽക്കും. അങ്ങനെ NO2-ന് ഡൈമറൈസേഷൻ നടക്കാനുള്ള റീസൺ, NO2 എന്നുള്ള കോമ്പൗണ്ട് നൈട്രജൻ ഡയോക്സൈഡ്, ഇതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ നമ്മൾ നോക്കാം. ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോണുകളെ എണ്ണാം. നോക്ക്, നൈട്രജൻ്റെ ഏറ്റവും പുറത്ത് 5 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ? നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7, കോൺഫിഗറേഷൻ 2, 5. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 5. പിന്നെ 2 ഓക്സിജൻ ആണുള്ളത്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ ഒരു ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് 6 ഇലക്ട്രോൺ ഉണ്ടാവും, രണ്ടാമത്തേനും 6 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ NO2-ൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആയിട്ട് ടോട്ടൽ എത്ര വരും? 5 + 6 + 6 17 വരും. ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് വരികയാണെങ്കിൽ ആ കോമ്പൗണ്ടുകൾ അത്ര സ്റ്റേബിൾ അല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഡൈമറൈസേഷൻ നടക്കും. ഡൈമറൈസേഷൻ എന്ന് പറഞ്ഞാൽ അതേ കോമ്പൗണ്ട് രണ്ടെണ്ണമായിട്ട് നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകളുടെ എണ്ണം എന്താവും? ഈവൻ നമ്പറാവും, ഇരട്ട സംഖ്യയായിട്ട് മാറും.
അപ്പോൾ ഒറ്റ സംഖ്യയാണെങ്കിൽ ആ കോമ്പൗണ്ട് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഡൈമറൈസേഷൻ നടന്ന് സ്റ്റേബിൾ N2O4 എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാവും. N2O4 മോളിക്യൂൾ വിത്ത് ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് അവിടെ ഉള്ളത് N2O4 എന്നുള്ളതിൽ ഉണ്ടാവുക. അപ്പോൾ NO2 ഡൈമറൈസേഷൻ നടന്നിട്ട് എന്തുണ്ടാവും, N2O4 ഉണ്ടാവും. അപ്പോൾ 2NO2 ആണ് എന്തായിട്ട് മാറുക, N2O4 ആയിട്ട് മാറുക. 2NO2 എന്തായിട്ട് മാറും, N2O4. എന്തുകൊണ്ട് NO2 ഡൈമറൈസേഴ്സ്? ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ ഓഡ് മോളിക്യൂൾ വിത്ത് ഓഡ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഇതൊരു ഓഡ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഉള്ള മോളിക്യൂളാണ്. സോ ഇറ്റ് ഡൈമറൈസസ് ടു ഫോം സ്റ്റേബിൾ N2O4 മോളിക്യൂൾ വിത്ത് ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇരട്ട സംഖ്യയുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള N2O4 മോളിക്യൂൾ ആവാൻ വേണ്ടി ഇതിനെന്ത് സംഭവിക്കുന്നു, ഡൈമറൈസേഷൻ നടക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് ഓക്സൈഡ്സ് ഓഫ് നൈട്രജനിൽ ലാസ്റ്റ് വൺ, സിക്സ്ത് വൺ നമുക്ക് നോക്കാം. N2O5. N2O5 എന്തായിരിക്കും N2O5ന്റെ പേര്, ഡൈനൈട്രജൻ പെൻഡോക്സൈഡ്. N2O5 എന്ന് പറയുമ്പോൾ ഡൈനൈട്രജൻ പെൻഡോക്സൈഡ്. ഡൈനൈട്രജൻ പെൻഡോക്സൈഡ്. Here oxidation number of nitrogen is +5. ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ എത്ര വരും, നമുക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും, +5 കിട്ടും. ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ കളർലെസ് സോളിഡ് ആൻഡ് അസിഡിക്. ലിക്വിഡ് സ്റ്റേറ്റ് അല്ല, സോളിഡ് ആണ്. കളർലെസ് സോളിഡ് ആൻഡ് അസിഡിക്. കളർലെസ് സോളിഡ് അസിഡിക്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് N2O5 നിർമ്മിക്കുക, നമുക്ക് നോക്കാം. നൈട്രിക് ആസിഡിനെ ഫോസ്ഫറസ് പെൻഡോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ HNO3 ബാലൻസ് ചെയ്യാൻ വേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് 4 ആദ്യം കൊടുത്തിട്ടുള്ളത്. 4HNO3 പ്ലസ് P4O10. P4O10 gives 4HPO3. HPO3 plus 2N2O5. 4HPO3 plus 2N2O5. അത് നൈട്രിക് ആസിഡും ഫോസ്ഫറസ് പെൻഡോക്സൈഡും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നൈട്രജൻ പെൻഡോക്സൈഡ്, ഡൈനൈട്രജൻ പെൻഡോക്സൈഡ് എന്നുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രൽ കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജനിൽ ന്യൂട്രൽ കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ് സാധാരണ എക്സാമിന് ചോദിക്കേണ്ടതാണ്. അതേപോലെ NO2 ഡൈമറൈസ് ചെയ്യുന്നു എന്തുകൊണ്ട്, പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് സാധാരണ ആ ഭാഗത്ത് വരുന്നത് ഇവരാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ ഓക്സോ ആസിഡ്സ് ഓഫ് നൈട്രജൻ. നൈട്രജൻ്റെ ഓക്സോ ആസിഡുകൾ ഏതൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ടത്, ഓക്സോ ആസിഡ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ കണ്ടെയ്നിങ് ആസിഡുകളെയാണ് ഓക്സോ ആസിഡ് എന്ന് വിളിക്കുക. ഓക്സിജൻ കണ്ടെയ്നിങ് ആസിഡ്സ് ആർ ഓക്സോ ആസിഡ്. നൈട്രജൻ പ്രധാനമായിട്ടും 3 ഓക്സോ ആസിഡുകളാണ് കാണിക്കുക. ഒന്ന് H2N2O2. H2N2O2. ഇതിൻ്റെ പേര് ഹൈപ്പോനൈട്രസ് ആസിഡ്. ഹൈപ്പോനൈട്രസ് ആസിഡ്. H2N2O2 ദാറ്റ് ഈസ് ഹൈപ്പോനൈട്രസ് ആസിഡ്. പിന്നെ ഒരു ഓക്സോ ആസിഡാണ് HNO2. HNO2 എന്ന് പറയുമ്പോൾ നൈട്രസ് ആസിഡ്. HNO2 നൈട്രസ് ആസിഡ്. ഏറ്റവും പ്രധാനപ്പെട്ട ഓക്സോ ആസിഡാണ് HNO3. HNO3 ഈസ് നൈട്രിക് ആസിഡ്. HNO3 എന്താണ്, നൈട്രിക് ആസിഡ്. അപ്പോൾ നൈട്രജൻ്റെ പ്രധാനപ്പെട്ട ഓക്സോ ആസിഡുകളാണ് H2N2O2 ഹൈപ്പോനൈട്രസ് ആസിഡ്, HNO2 നൈട്രസ് ആസിഡ്, HNO3 നൈട്രിക് ആസിഡ്. ഇതിൽ നമുക്ക് നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ മെത്തേഡിന്റെ പേരെന്താണ്? നമുക്കറിയാം, നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. അപ്പോൾ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിലൂടെ എങ്ങനെയാണ് നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. നൈട്രജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓക്സോ ആസിഡായ നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷനാണ് ബൈ ഓസ്റ്റ്വാൾഡ് പ്രോസസ്. ഓസ്റ്റ്വാൾഡ് പ്രോസസ് എന്തിനാണ് ഉപയോഗിക്കുക? ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ് HNO3. ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ദാറ്റ് ഈസ് HNO3. ഓസ്റ്റ്വാൾഡ് പ്രോസസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 3 സ്റ്റെപ്പിലൂടെയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നടത്തുക അമോണിയയെ ഓക്സിഡേഷൻ നടത്തുക. കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ. കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ അമോണിയയെ നമ്മൾ ഓക്സിഡേഷൻ നടത്തുക. ഇപ്പോൾ സപ്പോസ് അമോണിയ നമ്മളെടുത്തു 4NH3 പ്ലസ് നമ്മൾ ഓക്സിഡേഷൻ നടത്തുകയാണ്. സോ 5O2 ഓക്സിജൻ, അഡീഷൻ ഓഫ് ഓക്സിജൻ. ഇവിടുത്തെ കാറ്റലിസ്റ്റ് ആയിട്ട് പ്ലാറ്റിനം റോഡിയം ഗോജ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. ഇവിടുത്തെ ടെമ്പറേച്ചർ റേഞ്ച് ആൾമോസ്റ്റ് 500 കെൽവിൻ. 500 കെൽവിൻ ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുക. 9 ബാർ പ്രഷറാണ് ഇവിടെ ആവശ്യമുള്ളത്. 9 ബാർ പ്രഷർ, 500 കെൽവിൻ ടെമ്പറേച്ചർ. കാറ്റലിസ്റ്റ് PT/RH ഗോജ് കാറ്റലിസ്റ്റ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ 4NO നൈട്രിക് ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ മോണോക്സൈഡ് NO പ്ലസ് 6H2O. 4NO പ്ലസ് 6H2O. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ അമോണിയയ്ക്ക് ഓക്സിഡേഷൻ നടന്ന് നമുക്ക് എന്ത് കിട്ടി? NO എന്നുള്ള പ്രോഡക്റ്റ് കിട്ടി, നൈട്രജൻ മോണോക്സൈഡ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നൈട്രജൻ മോണോക്സൈഡ് എടുക്കുക. 2 മോളിക്യൂൾ NO നമ്മൾ എടുത്തു, 2NO. അതിനെ വീണ്ടും ഓക്സിഡേഷൻ നടത്തുക. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു. എന്താ കിട്ടുക? 2NO2. 2NO പ്ലസ് O2 ഗീവ്സ് 2NO2. ശ്രദ്ധിക്കുക, ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ആ 2NO2വിനെ ഡീകമ്പോസിഷൻ നടന്നാൽ 2NO പ്ലസ് O2 കിട്ടും. 2NO പ്ലസ് O2വിന് അഡീഷൻ സംഭവിച്ചാൽ എന്ത് കിട്ടും? 2NO2 കിട്ടും. അപ്പോൾ 2NO2 എന്നുള്ള പ്രോഡക്റ്റ് കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നൈട്രജൻ മോണോക്സൈഡിന് ഓക്സിഡേഷൻ നടത്തിയപ്പോൾ NO2 നൈട്രജൻ ഡയോക്സൈഡ് കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ നൈട്രജൻ ഡയോക്സൈഡ് എടുക്കാം. ഒരു 3 മോളിക്യൂൾ NO2 എടുത്തു, നൈട്രജൻ ഡയോക്സൈഡ് എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തു, ഹൈഡ്രോളിസിസ് നടത്തി. NO2വിന് എന്ത് ചെയ്തു? ഹൈഡ്രോളിസിസ് നടത്തി. സോ വി ഗെറ്റ് 2HNO3. നമുക്ക് എന്ത് കിട്ടി? നൈട്രിക് ആസിഡ് കിട്ടും, 2HNO3. 2 മോള് നൈട്രിക് ആസിഡും കിട്ടും. അതേപോലെ തന്നെ പ്ലസ് ബാക്കി ആരുണ്ടാവുക? NO നൈട്രജൻ മോണോക്സൈഡും ഉണ്ടാവും. അപ്പോൾ ഈ 3 സ്റ്റെപ്പാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ. അപ്പോൾ അമോണിയക്ക് ഓക്സിഡേഷൻ നടന്നിട്ട് എന്ത് കിട്ടി? നൈട്രജൻ മോണോക്സൈഡ് കിട്ടി. രണ്ടാമത്തെ നൈട്രജൻ മോണോക്സൈഡിന് ഓക്സിഡേഷൻ നടന്നിട്ട് എന്ത് കിട്ടി? നൈട്രജൻ ഡയോക്സൈഡ് കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പിലോ നൈട്രജൻ ഡയോക്സൈഡിലേക്ക് വെള്ളം ചേർത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നൈട്രിക് ആസിഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഇതാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഉണ്ടായ NO, ഹിയർ ദിസ് NO ഫോംഡ് ഈസ് റീസൈക്കിൾഡ്. ഇതിങ്ങനെ റീസൈക്കിൾ ചെയ്യാം. ആൻഡ് അക്വസ് നൈട്രിക് ആസിഡ് ക്യാൻ ബി കോൺസെൻട്രേറ്റഡ് അപ് ടു 68% ബൈ ഡിസ്റ്റിലേഷൻ. കാരണം ഇവിടെ കിട്ടുക അക്വസ് നൈട്രിക് ആസിഡാണ്, കുറേ വെള്ളമുള്ള നൈട്രിക് ആസിഡാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ 68% വരെ കോൺസെൻട്രേറ്റഡ് ആക്കി മാറ്റാം.
ഈ അക്വസ് നൈട്രിക് ആസിഡിനെ ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 68% വരെ നമുക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് കിട്ടും. അതേപോലെ തന്നെ ഇതിനെ ഡീഹൈഡ്രേഷൻ നടത്തുക. ആരെ? കോൺസെൻട്രേറ്റഡ് 68%-ന് ഡീഹൈഡ്രേഷൻ നടത്തുക. അതായത് കുറച്ച് വാട്ടർ മോളിക്യൂൾ അവിടുന്ന് റിമൂവ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് 98% വരെ വീര്യമുള്ള കോൺസെൻട്രേറ്റഡ് ആയ നൈട്രിക് ആസിഡ് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ഇതാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിലൂടെയുള്ള നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഓക്കെ, അടുത്ത നമുക്ക് നൈട്രിക് ആസിഡിൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ എങ്ങനെ നടത്താം. ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നൈട്രിക് ആസിഡിനെ ലബോറട്ടറികളിൽ നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുക പൊട്ടാസ്യം നൈട്രേറ്റ് KNO3 അല്ലെങ്കിൽ സോഡിയം നൈട്രേറ്റ് NaNO3 ഇവരെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. ട്രീറ്റ്മെൻറ്റ് ഓഫ് സോഡിയം നൈട്രേറ്റ് ഓർ പൊട്ടാസ്യം നൈട്രേറ്റ് വിത്ത് സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് നോക്കാം. സോഡിയം നൈട്രേറ്റ് NaNO3 പ്ലസ് സൾഫ്യൂരിക് ആസിഡ് എന്താ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക? എന്ത് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും? സോഡിയം ബൈസൾഫേറ്റ് HSO4. അപ്പോൾ NaHSO4 സോഡിയം ബൈസൾഫേറ്റ്. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു ഹൈഡ്രജനും ബാക്കിയുണ്ട്, ഇവിടെ NO3 ബാക്കിയുണ്ട്. ദാറ്റ് ഈസ് HNO3. ആ സോഡിയം ബൈസൾഫേറ്റ് പ്ലസ് നൈട്രിക് ആസിഡ്. ആ സോഡിയം നൈട്രേറ്റും സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുക സോഡിയം ബൈസൾഫേറ്റ് ആൻഡ് നൈട്രിക് ആസിഡ്. ഇനി എന്തൊക്കെയാണ് നൈട്രിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. നൈട്രിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന്, ഇറ്റ് ഈസ് എ കളർലെസ് ലിക്വിഡ്. നൈട്രിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണ്. ഇതെന്താണ്? ഒരു കളർലെസ് ലിക്വിഡാണ്. കളർലെസ് ലിക്വിഡ്. ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് 231.4 കെൽവിൻ. ഫ്രീസിംഗ് പോയിന്റ് 231.4 കെൽവിൻ. ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 355.6 കെൽവിൻ. 355.6 കെൽവിൻ. ബോയിലിംഗ് പോയിന്റ് 355.6 കെൽവിൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ലബോറട്ടറി ഗ്രേഡ് ഓഫ് നൈട്രിക് ആസിഡ് എന്നുള്ളത് 68% HNO3 ആണ്. 68% നൈട്രിക് ആസിഡ് ആയിട്ടാണ് ലബോറട്ടറി ആവശ്യമുള്ള നൈട്രിക് ആസിഡ് നമുക്ക് കിട്ടാറുള്ളത്. പിന്നെ നൈട്രിക് ആസിഡ് എന്നുള്ളത് ഒരു സ്ട്രോങ് ആസിഡാണ്, നമുക്കറിയാം. കാരണം അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് H+ വിട്ടുകൊടുക്കുന്ന ആളുകളൊക്കെ ആസിഡായിട്ടാണ് വരിക. അപ്പോൾ അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് ഇവരെന്ത് ചെയ്യും? HNO3 H+ വിട്ടുകൊടുക്കും. എവിടെ? ഇൻ ദയർ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. HNO3 പ്ലസ് H2O, നൈട്രിക് ആസിഡും വാട്ടറും കൂടെ കൂട്ടിച്ചേർക്കാം. അപ്പോൾ HNO3 എന്ത് ചെയ്യണം? H+ വിട്ടുകൊടുക്കണം. ആ H+ ഇവർ വാങ്ങും. അവ H+ഉം H2Oയും കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്താവും? H3O+ ആയിട്ട് മാറും. H3O+. ബാക്കി ഇവിടെ ആരാളുള്ളത്? NO3-. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് ബിഹേവ്സ് ആസ് എ സ്ട്രോങ് ആസിഡ് ഇൻ അക്വസ് സൊല്യൂഷൻ. അറീനിയസ് ആസിഡാണ്, കാരണം ഇയാൾ H+ വിട്ടുകൊടുത്തു. H+ വിട്ടുകൊടുത്തത് കൊണ്ടാണ് NO3- ആയിട്ട് മാറിയത്. പിന്നെ ബ്രോൺസ്റ്റഡ് ലോറി ആസിഡാണ്, കാരണം പ്രോട്ടോൺ ഡോണറാണ് അല്ലേ. HNO3 എന്ന് പറയുമ്പോഴേ H+ വിട്ടുകൊടുത്തു, അപ്പോൾ അത് പ്രോട്ടോൺ ഡോണറാണ്. അതുകൊണ്ട് ബ്രോൺസ്റ്റഡ് ലോറി ആസിഡാണ്. പിന്നെ അക്വസ് സൊല്യൂഷനിൽ H+ അയോണിനെ കൊടുത്തത് കൊണ്ട് അറീനിയസ് ആസിഡുമാണ്. സോ ഇറ്റ് ബിഹേവ്സ് ആസ് എ സ്ട്രോങ് ആസിഡ് ഇൻ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ നൈട്രിക് ആസിഡ് കളർലെസ് ലിക്വിഡാണ്, സ്ട്രോങ് ആസിഡാണ് നൈട്രിക് ആസിഡ്. അപ്പോൾ നൈട്രിക് ആസിഡിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ്, ഇറ്റ് ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്.
എങ്ങനെയാണ് ഇത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആവുക നോക്കാം. ഇവര് മോസ്റ്റ് ഓഫ് ദ മെറ്റൽസിനെയും നൈട്രിക് ആസിഡ് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. എക്സെപ്റ്റ് നോബിൾ മെറ്റൽസ് സച്ച് ആസ് ഗോൾഡ്, പ്ലാറ്റിനം. ഗോൾഡ്, പ്ലാറ്റിനം തുടങ്ങിയതല്ലാത്ത ബാക്കി മുഴുവൻ മെറ്റലുകളെയും നൈട്രിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോപ്പറുമായിട്ട് എങ്ങനെയാണ് നൈട്രിക് ആസിഡിൻ്റെ റിയാക്ഷൻ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കോപ്പറുമായിട്ടുള്ള റിയാക്ഷൻ വിത്ത് കോപ്പർ നോക്ക്. കോപ്പറുമായിട്ട് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യാൻ 8HNO3. ഇവിടെ നമ്മളെടുത്ത നൈട്രിക് ആസിഡ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആണ്. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് കോപ്പർ റിയാക്ട് ചെയ്യുന്നു. വി ഗെറ്റ് 3CuNO3 കോപ്പർ നൈട്രേറ്റ് കിട്ടും. ഇവിടെ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +1 ആണ്. ഇവിടെ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് 0. NO3 മൈനസ് ചാർജ് ആണ്, അതുകൊണ്ട് കോപ്പറിന് +1. അപ്പോൾ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ നടന്നു. ഇവിടെ ബാക്കി ഏതൊക്കെയാണ് പ്രോഡക്റ്റുകൾ? 2NO പ്ലസ് 4H2O. 4H2O. ശ്രദ്ധിക്കേണ്ടത്, കോപ്പർ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ കോപ്പർ 1 നൈട്രേറ്റ് എന്നുള്ള കോമ്പൗണ്ടാണ് കിട്ടുക. കോപ്പർ 1 നൈട്രേറ്റ് ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ സ്റ്റോക്ക് നൊട്ടേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആ കോപ്പർ 1 നൈട്രേറ്റ് എന്നുള്ള കോമ്പൗണ്ട് കിട്ടുന്നു. ഇനി ഇതേ കോപ്പർ തന്നെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതായിരിക്കും? നോക്ക്. CuNO3 ട്വൈസ്. ഇതിൻ്റെ പേരെന്താ? ഇതും കോപ്പർ നൈട്രേറ്റ് ആണ്. കോപ്പർ 2 നൈട്രേറ്റ് ആണ്. CuNO3 ട്വൈസ് പ്ലസ് 2NO2 പ്ലസ് 2H2O. അപ്പോൾ CuNO3 ട്വൈസ് പ്ലസ് 2NO2 പ്ലസ് 2H2O. അപ്പോൾ കോപ്പർ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കോപ്പർ 1 നൈട്രേറ്റും, കോപ്പർ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കോപ്പർ 2 നൈട്രേറ്റും കിട്ടും. ബൈ പ്രോഡക്റ്റുകൾ ശ്രദ്ധിക്കണം. കോപ്പർ ഏത് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താലാണ് NO കിട്ടുക? നൈട്രിക് ഓക്സൈഡ് കിട്ടുക. ഏതേട്ടാ? ഡൈല്യൂട്ട് HNO3. ഏതായിട്ട് റിയാക്ട് ചെയ്താലാ NO2 കിട്ടുക? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. ഓക്കെ. ദെൻ നമുക്ക് സിങ്കുമായിട്ടുള്ള റിയാക്ഷൻ നോക്കാം. വിത്ത് സിങ്ക് Z. സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുക. ഇതേപോലെ തന്നെ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെ റിയാക്ഷൻ നമ്മൾ നോക്കാം. അപ്പോൾ 4Zn സിങ്ക് പ്ലസ് 10HNO3 ഡൈല്യൂട്ട്. സിങ്ക് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ വി ഗെറ്റ് 4ZnNO3 ട്വൈസ് സിങ്ക് നൈട്രേറ്റ് പ്ലസ് 5H2O 5H2O പ്ലസ് N2O ഡൈനൈട്രജൻ മോണോക്സൈഡ്. അപ്പോൾ സിങ്ക് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സിങ്ക് നൈട്രേറ്റ് കിട്ടുന്നു. പിന്നെ ആര് കിട്ടും? N2O പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. N2O. അപ്പോൾ സിങ്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആയിട്ടാണെങ്കിലോ സിങ്ക് പ്ലസ് 4HNO3 കോൺസെൻട്രേറ്റഡ് gives same product ZnNO3 twice ZnNO3 twice plus 2H2O zinc nitrate plus 2H2O plus 2NO2. നേരത്തെ കേസിൽ N2O ആയിരുന്നു, ഇവിടെ എന്താണ്? NO2. പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ എഴുതാം 2NO2. ഓക്കെ. അപ്പോൾ ഇതാണ് സിങ്കുമായിട്ടുള്ള റിയാക്ഷൻ. പിന്നെ ക്രോമിയം ആൻഡ് അലുമിനിയം ഡു നോട്ട് ഡിസോൾവ് ഇൻ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. ക്രോമിയവും അലുമിനിയവും എന്ത് ചെയ്യില്ല?
കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യൂല. അതിൻ്റെ റീസൺ ഫോർമേഷൻ ഓഫ് എ പാസീവ് ഫിലിം ഓഫ് ഓക്സൈഡ് ഓൺ ദ സർഫസ്. ക്രോമിയത്തിൻ്റെയും അലുമിനിയത്തിൻ്റെയും മുകളിൽ എന്തുണ്ട്, ഒരു ലെയർ ഫോം ചെയ്തിട്ടുണ്ട്, ഒരു ഫിലിം, ഓക്സൈഡ് ഫിലിം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നൈട്രിക് ആസിഡിന് അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ക്രോമിയം ആൻഡ് അലുമിനിയം does not dissolve in concentrated nitric acid because formation of a passive film of oxide on the surface. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെറ്റലിൻ്റെ ഓക്സിഡേഷനാണ് പഠിച്ചത്. ഇതേപോലെ ചില നോൺ മെറ്റലുകളെയും എന്ത് ചെയ്യാം, നൈട്രിക് ആസിഡിന് ഓക്സിഡേഷൻ നടത്താം. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്സിഡേഷൻ ഓഫ് നോൺ മെറ്റൽസ്. നോൺ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ എങ്ങനെ വരുന്നു വിത്ത് നൈട്രിക് ആസിഡ്? നോക്ക്, ഒരു നോൺ മെറ്റലാണ് അയഡിൻ, I2. അയഡിൻ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? അത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഫ്രീ സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇതിന് നമ്മൾ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക, +10 HNO3. നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ 2HiO3, ഹൈഡ്രജൻ അയഡേറ്റ് 2HiO3 plus 10NO2 plus 4H2O. 2HiO3 plus 10NO2 plus 4H2O. HiO3യിൽ അയഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? ഹൈഡ്രജൻ +1, ഓക്സിജൻ -2, അങ്ങനെയാണല്ലോ കൊടുക്കാം. അപ്പോൾ -2 × 3 -6, -6ഉം +1ഉം -5. അപ്പോൾ അയഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എത്രയാണ്? +5. ഇവിടെ 0, ഇവിടെ ചെന്നപ്പോൾ +5. അപ്പോൾ അയഡിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ നടന്നു. അപ്പോൾ ആരായിരിക്കും ഓക്സിഡൈസിങ് ഏജൻറ്റ്? HNO3. അപ്പോൾ നോൺ മെറ്റലിനെയും എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ നടത്താം. നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. കാർബൺ +4HNO3. കാർബൺ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാം. കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയായിരിക്കും? കാർബൺ ഡയോക്സൈഡ് പ്ലസ് 2H2O, അല്ലേ? 4 ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് 2 വാട്ടർ മോളിക്യൂൾ പ്ലസ് പിന്നെ ഏതാ 4 നൈട്രജനും ബാക്കിയുള്ള ഓക്സിജൻ എടുത്താൽ 4NO2. അപ്പോൾ C plus 4HNO3 gives CO2 plus 2H2O plus 4NO2. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, ബിക്കോസ് ഹിയർ കാർബൺ ഈസ് ഇൻ ഫ്രീ സ്റ്റേറ്റ്. ഇവിടെ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +4. അപ്പോൾ ഓക്സിഡേഷൻ നടന്നു. സോ ഹൂ ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഹിയർ? HNO3. അപ്പോൾ നൈട്രിക് ആസിഡിന് മെറ്റലുകൾ മാത്രമല്ല നോൺ മെറ്റലുകളെയും എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ നടത്താനുള്ള കഴിവുണ്ട്. ഓക്കെ, ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഫോർ നൈട്രേറ്റ്സ്. നോക്ക്, നൈട്രേറ്റ് ദാറ്റ് ഈസ് NO3- എന്നുള്ള ആനയോൺ, അത് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സാൾട്ടിൽ നൈട്രേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ബ്രൗൺ റിംഗ് ഫോം ചെയ്യുന്നു. അതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അപ്പോൾ ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ടെസ്റ്റ് ഫോർ നൈട്രേറ്റ്സ്, നൈട്രേറ്റുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എവിടെ നിന്നാണ് ഈ ബ്രൗൺ റിംഗ് കിട്ടുക? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ടെസ്റ്റ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എബിലിറ്റി ഓഫ് Fe2+ ടു റെഡ്യൂസ് നൈട്രേറ്റ് ടു നൈട്രിക് ഓക്സൈഡ്. അതായത് നമ്മളിവിടെ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യേണ്ടി വരും. ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനിൽ Fe2+ എന്നുള്ള ഫോമിലാണ് കാണുക. ഈ Fe2+ന് നൈട്രേറ്റിനെ NO3 ഇതിനെന്താക്കാൻ കഴിയണം? NO ആക്കി മാറ്റാൻ പറ്റണം. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എബിലിറ്റി ഓഫ് Fe2+ ടു റെഡ്യൂസ് നൈട്രേറ്റ് ടു നൈട്രിക് ഓക്സൈഡ് NO. അങ്ങനെ ഇവിടെ NO കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തു, ദെൻ നൈട്രേറ്റ് എന്തായിട്ട് മാറി? NO ആയിട്ട് മാറി. അങ്ങനെ വരികയാണെങ്കിൽ ഈ NO
റിയാക്ട്സ് വിത്ത് Fe2+. വീണ്ടും ഈ Fe2+ഉമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താവും, ഒരു ബ്രൗൺ കളേർഡ് കോംപ്ലക്സ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ കെമിസ്ട്രി. ബ്രൗൺ കളേർഡ് കോംപ്ലക്സ് ഉണ്ടാകാം. അതായത് നമ്മൾ ആദ്യം എടുക്കുന്ന നൈട്രേറ്റ് അയോൺ NO3- നൈട്രേറ്റ് അയോൺ എടുത്തു. ഇതിലേക്ക് നമ്മൾ നൈട്രേറ്റ് അയോണുള്ള കോമ്പൗണ്ടിലേക്ക് ഡൈല്യൂട്ട് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ഡൈല്യൂട്ട് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനിൽ Fe ഏത് സ്റ്റേറ്റിലാണ്, Fe2+ എന്നുള്ള സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്തു, 3Fe2+. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യണത്, ഇപ്പം നമ്മളടുത്തൊരു ടെസ്റ്റ് ട്യൂബ്, ഈ ടെസ്റ്റ് ട്യൂബിൽ നൈട്രേറ്റ് അയോൺ ഉണ്ട്, അതിൽ സാൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കും. ആ സൊല്യൂഷനിൽ നൈട്രേറ്റ് അയോൺ ഉണ്ടെങ്കിലാണ് ഈ ടെസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നൈട്രേറ്റ് അയോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സാൾട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തു. അപ്പോൾ ആ നൈട്രേറ്റിനെ പിടിച്ച് അതെന്താക്കിയിട്ടുണ്ടാവും, NO ആക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ കുറച്ച് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ് അലോങ് ദ സൈഡ്സ് ഓഫ് ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ അല്ലാണ്ട് ഇളക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അങ്ങനെ ആ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിൻ്റെ മോൾ ഭാഗത്തായിട്ട്, ആ സൊല്യൂഷൻ്റെ മോൾ ഭാഗത്തായിട്ട് എന്ത്, ഒരു ബ്രൗൺ കളറിൽ ഒരു റിങ് ഉണ്ടാവും. ആ ബ്രൗൺ കളറിൽ റിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കുക, ഇതിൽ നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. നമ്മളത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യും. അപ്പോൾ NO3-, പിന്നെ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത ഫെറസ് സൾഫേറ്റ്, അപ്പോൾ അതിൽ Fe2+ഉമായിട്ട് റിയാക്ട് ചെയ്തു. പിന്നെ നമ്മൾ അതിലേക്ക് എന്താ ആഡ് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അലോങ് ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ആസിഡ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആസിഡിനെ കാണിക്കാൻ നമ്മൾ H+ ഉപയോഗിച്ചു. അപ്പോൾ NO3- 3Fe2++ 4H+ gives, കിട്ടുന്ന എന്തൊക്കെയാണ്, NO. നമുക്ക് ആവശ്യമുള്ള ആളെ കിട്ടി. NO പ്ലസ് 3Fe3+ പ്ലസ് 2H2O. ഇനി ഈ NO, ഇവിടെ കിട്ടിയ NO ആരുമായിട്ട് റിയാക്ട് ചെയ്യും, Fe2+ഉമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യും അല്ലേ. Fe2+, അത് ഇതും കൂടെ കൂടി ചേർന്നിട്ട് ഒരു FeH2O 6 ടൈംസ്. FeH2O 2+, ഇവരുമായിട്ട്, അതായത് ഇവിടെ Fe2+ ആണ്, ഈ Fe2+ഉമായിട്ട് NO റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടുക FeH2O5 NO2+ പ്ലസ് 4H2O. ഇത് ബ്രൗൺ കളറിലാണ് കാണപ്പെടുക. ഈ കോംപ്ലക്സ് ഏത് കളറിലാണ്, ബ്രൗൺ കളറിലാണ് ഈ കോംപ്ലക്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുക, നൈട്രേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. നമ്മളെങ്ങനെയാണ് അത് ചെയ്യുക, നമ്മളടുത്തുള്ള സാൾട്ട് അതിൽ ആനയോൺ നൈട്രേറ്റ് ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ആ സാൾട്ട് സൊല്യൂഷൻ നമ്മൾ ടെസ്റ്റ് ട്യൂബിലെടുത്തു, അതിലേക്ക് കുറച്ച് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എലോങ് ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സൊല്യൂഷൻ്റെ മോൾ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കൊരു ബ്രൗൺ റിങ് കിട്ടും. അതാണ് ബ്രൗൺ റിങ് ടെസ്റ്റ്. ഈ ബ്രൗൺ റിങ് ഈസ് ഒബ്സർവ്ഡ് അറ്റ് ദ ഇൻ്റർഫേസ് between the solution of sulfuric acid layers, indicates the presence of nitrate ion in the solution. ആ സൊല്യൂഷനിൽ നൈട്രേറ്റ് അയോൺ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ബ്രൗൺ റിംഗ് ടെസ്റ്റിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുക, ടെസ്റ്റ് ഫോർ നൈട്രേറ്റ്സ്. ഓക്കെ.